ഹായ്, നമസ്കാരം. ഒരിക്കൽ കൂടി ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് സ്വാഗതം. ഞങ്ങളുടെ കഴിഞ്ഞ വീഡിയോ കാണുകയും ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്തു എല്ലാവർക്കും ടിപ്സ് ആൻഡ് ട്രിക്സിന്റെ പേരിൽ നന്ദി പറയുന്നു. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് കഴിഞ്ഞ തവണ കണ്ടതുപോലെ ഗൂഗിൾ ക്രോമിന്റെ 5 പ്രധാനപ്പെട്ട എക്സ്റ്റൻഷനുകളാണ്. ഇത് അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും മാത്രമല്ല, റിസർച്ച് ഫെലോസ്, ബാക്കി ഇന്റർനെറ്റ് ഉപയോഗിക്കുന്ന എല്ലാവർക്കും ഒരേപോലെ പ്രയോജനപ്രദമാണ്. അതുകൊണ്ട് തുടർന്നുള്ള ഞങ്ങളുടെ വീഡിയോകളും കാണുവാൻ മറക്കരുത്. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന 5ാമത്തെ എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത് വൺ ടാബ് ആണ്. അപ്പൊ അതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. നമ്മൾ ബ്രൗസ് ചെയ്യുന്ന അവസരങ്ങളിൽ പലപ്പോഴും 4ഉം 5ഉം ടാബുകൾ ഒരേ സമയം ഓപ്പൺ ചെയ്ത് ഉപയോഗിക്കാറുണ്ട്. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഏറ്റവും ഉപകാരപ്രദമായ ഒന്നാണ് വൺ ടാബ് എന്ന ക്രോം എക്സ്റ്റൻഷൻ. വൺ ടാബ് എന്ന ക്രോം എക്സ്റ്റൻഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഓപ്പൺ ആക്കിയിരിക്കുന്ന എല്ലാ വെബ് പേജുകളും ഒരു വിൻഡോയിൽ ലിസ്റ്റ് രൂപത്തിൽ നമുക്ക് ലഭിക്കുന്നു. അതിൽ ക്ലിക്ക് ചെയ്താൽ അത് വീണ്ടും പഴയ രൂപത്തിൽ മറ്റൊരു ടാബായി ഓപ്പൺ ചെയ്ത് കിട്ടുന്നതാണ്. അതുപോലെ തന്നെ ഇത് ക്ലോസ് ചെയ്യുന്നതിന് നമ്മുടെ ടാബിൻ്റെ ക്ലോസ് ബട്ടൺ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ലിസ്റ്റിൽ ഇടതുവശത്തുള്ള ക്ലോസ് ബട്ടൺ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. 4ാമത്തെ എക്സ്റ്റൻഷൻ നമ്മൾ ഫോണുകളിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു എക്സ്റ്റൻഷനാണ് ഗൂഗിൾ ട്രാൻസ്ലേറ്റ്. പക്ഷേ കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുമ്പോൾ നമുക്ക് എന്ത് അഡ്വാൻറ്റേജ് കിട്ടുമെന്ന് നമുക്ക് പരിശോധിക്കാം. ഗൂഗിൾ ട്രാൻസ്ലേറ്റ് നമ്മൾ ഫോണിൽ ഉപയോഗിക്കാറുണ്ട്. ഇവിടെ ഞാൻ ഗൂഗിളിൻ്റെ സെർച്ച് റിസൾട്ട് നേരത്തെ സെറ്റ് ചെയ്ത മലയാളം ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തിയിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇതിൽ നമ്മൾ ഏതെങ്കിലും ഒരു വാക്കുകൾ നമ്മൾ സെലക്ട് ചെയ്തിട്ട് വീണ്ടും ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ക്ലിക്ക് ചെയ്താൽ നമുക്ക് മലയാളത്തിൽ നിന്ന് ഇംഗ്ലീഷിലേക്കും പരിഭാഷപ്പെടുത്തി ലഭിക്കുന്നതാണ്. ട്രാൻസ്ലേഷൻ ഓഫ് ചെയ്യുന്നതിന് വീണ്ടും ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ടേൺ ഓഫ് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ മതിയാവും. നമ്മളുടെ കമ്പ്യൂട്ടർ ഉപയോഗിച്ചുള്ള ഓപ്പറേഷനുകളിൽ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒന്നാണ് PDF. അതുകൊണ്ട് വെബ് ബ്രൗസറിൽ നിന്നുകൊണ്ട് തന്നെ PDF എങ്ങനെ ഹാൻഡിൽ ചെയ്യാമെന്ന് പരിശോധിക്കാം. അതിനുള്ള എക്സ്റ്റൻഷനാണ് 3ാമത്തത് സ്മോൾ PDF. സ്മോൾ PDF പേര് സൂചിപ്പിക്കുന്ന പോലെ വളരെ എളുപ്പത്തിൽ PDF കൺവേർട്ട് ചെയ്യാനും കംപ്രസ് ചെയ്യാനും ഒക്കെ ഉപകരിക്കുന്ന ഒരു എക്സ്റ്റൻഷനാണ്. ഞാനിപ്പോൾ വേർഡ് ടു PDF ഓപ്ഷനാണ് സെലക്ട് ചെയ്ത് അത് നമ്മളോട് അന്നേരം ഒരു വേർഡ് ഡോക്യുമെൻ്റ് അപ്ലോഡ് ചെയ്യുന്നതിനായിട്ട് ആവശ്യപ്പെടുകയാണ്. നമ്മുടെ കമ്പ്യൂട്ടറിൽ സേവ് ചെയ്തിരിക്കുന്ന ഒരു വേർഡ് ഡോക്യുമെൻ്റ് ഞാൻ അപ്ലോഡ് ചെയ്യുവാണ്. അപ്ലോഡ് ചെയ്യുന്നതായിട്ട് കാണാം. അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ അത് PDF രൂപത്തിലേക്ക് കൺവേർട്ടും ചെയ്ത് കിട്ടുന്നതാണ്. ഇപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ഡ്രൈവിലേക്ക് മാറ്റുകയോ അല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്തോ നമുക്ക് ഇത് എടുക്കുവാനായിട്ട് സാധിക്കും. നമ്മുടെ വളരെ പ്രധാനപ്പെട്ട ഏറ്റവും എളുപ്പത്തിൽ നമ്മൾക്ക് സഹായിക്കുന്ന ഒരു ക്രോം എക്സ്റ്റൻഷനാണ് ഫുൾ പേജ് സ്ക്രീൻ ക്യാപ്ചർ. ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നമുക്ക് പരിശോധിക്കാം. ഇൻ്റർനെറ്റിൽ നിന്നും തയ്യാറാക്കാൻ അസൈൻമെൻറ്റുകൾ, റിസർച്ച് റിപ്പോർട്ട്സ് ഇവയൊക്കെല്ലാം നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ലെങ്തി ആയിട്ടുള്ള പേജുകളായിരിക്കും കിട്ടുക പലപ്പോഴും. ഇവിടെ ഞാൻ വിക്കിപീഡിയയുടെ സുഭാഷ് ചന്ദ്രബോസിനെ കുറിച്ചുള്ള പേജാണ് ഓപ്പൺ ആക്കിയിരിക്കുന്നത്. ഇത് ഞാൻ ഫുൾ പേജ് സ്ക്രീൻ ക്യാപ്ചർ ഉപയോഗിച്ച് കൺവേർട്ട് ചെയ്യുന്നതാണ് ഈ കാണിക്കുന്നത്.
മുഴുവൻ പേജും ഒറ്റ ഇമേജായിട്ട് ഇവിടെ സേവ് ചെയ്തിരിക്കുന്നു. ഞാനതിൽ സൂം ചെയ്യാം. സൂം ചെയ്യുമ്പം നമുക്ക് ആ വെബ് പേജ് മുഴുവനായിട്ട് കിട്ടുന്നതാണ്. ഇത് ഇമേജ് രൂപത്തിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ PDF രൂപത്തിൽ ഡൗൺലോഡ് ചെയ്യാം. ഈ എഡിറ്റ് ചെയ്യുവാനായിട്ട് ഡ്രോയിങ് ടൂൾസും ക്രോപ്പും കംപ്രസിങ് ഒക്കെ ഉപയോഗിച്ച് നമുക്ക് എഡിറ്റ് ചെയ്യുവാനായിട്ട് സാധിക്കും. അവസാനമായി ഏറ്റവും പ്രധാനപ്പെട്ട റിസർച്ച് ഫെലോസിനും ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും എല്ലാവർക്കും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്രോം എക്സ്റ്റൻഷൻ വിവ ഹൈലൈറ്റർ ഫോർ PDF ആൻഡ് വെബ്സൈറ്റ്. ലെറ്റ്സ് വാച്ച്. മറ്റൊരു ഉപകാരപ്രദമായ ടൂളാണ് വിവ ഹൈലൈറ്റർ എന്ന് പറയുന്നത്. വിവ ഹൈലൈറ്ററിൽ നമ്മൾ ഡാഷ്ബോർഡ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇടത് സൈഡിൽ നമുക്ക് അതിൻ്റെ ഫോൾഡർ സ്ട്രക്ചറും വലത് സൈഡിൽ അതിൻ്റെ വർക്കിംഗ് എൻവയോൺമെൻറ്റും ലഭിക്കുന്നതാണ്. ഇടത് സൈഡിൽ നമുക്ക് നിലവിലുള്ള ഫോൾഡറുകൾ റീനെയിം ചെയ്യുവാനും ഷെയറിംഗ് ഓപ്ഷൻ എഡിറ്റ് ചെയ്യുന്നതിനും അതുപോലെ പുതിയ ഫോൾഡറുകൾ ക്രിയേറ്റ് ചെയ്യുന്നതിനുമൊക്കെയുള്ള ഓപ്ഷനുകൾ ലഭ്യമാണ്. ഇവിടെ ഞാൻ ബ്ലാങ്ക് ബോക്സിൽ ഡെമോ എന്ന പേര് പുതിയൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. അതിനുശേഷം പ്ലസ് ചിഹ്നത്തിൽ അമർത്തുന്നു. അപ്പോൾ ഡെമോ എന്ന് പറഞ്ഞൊരു ഫോൾഡർ അവിടെ ഉണ്ടാകുന്നതായിട്ട് കാണാം. ഡീഫോൾട്ടായിട്ട് ഇങ്ങനെ ഫോൾഡർ ക്രിയേറ്റ് ചെയ്തില്ലെങ്കിൽ നമുക്ക് റിസർച്ച് ഫോൾഡറിൽ ഇടാം. ഓപ്പൺ PDF എന്ന ബട്ടണിൽ ഞാൻ ക്ലിക്ക് ചെയ്തു. നമ്മുടെ കമ്പ്യൂട്ടറിൽ നിന്നും ഒരു PDF ഞാൻ ഓപ്പൺ ചെയ്യുകയാണ്. നമ്മുടെ വർക്കിംഗ് എൻവയോൺമെൻറ്റിൽ PDF ഫയൽ ഇപ്പോൾ കോപ്പി ചെയ്യപ്പെടും. ഇതുപയോഗിച്ച് PDF വെബ്സൈറ്റിൽ നിന്നും നമുക്ക് വിവരങ്ങൾ ശേഖരിക്കാമെന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇപ്പോൾ നമുക്ക് PDF ഓപ്പണായി വന്നിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ആ PDF ഫയൽ ഫുള്ളായി അവിടെ ഓപ്പണായിട്ട് വരുന്നു. ഇതിൽ നിന്നും നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം ശേഖരിച്ച് ഒരു സെപ്പറേറ്റ് നോട്ട് തയ്യാറാക്കുന്നതിന് അങ്ങേയറ്റം ഉപകാരപ്രദമായിട്ടുള്ള ഒന്നാണ് വിവ ഹൈലൈറ്റർ എക്സ്റ്റൻഷൻ. ഞാൻ പബ്ലിഷിങ്ങിൻ്റെ ഡെഫിനേഷൻ സെലക്ട് ചെയ്തു. അതിനുശേഷം ഇവിടെ നമുക്ക് നിരവധി കളറുകൾ കാണിക്കുന്നുണ്ട്. ഏത് കളർ വെച്ചാണ് ഹൈലൈറ്റ് ചെയ്യുന്നത്. ഇത് പലപ്പോഴും കണ്ടൻറ്റുകളെ ഗ്രൂപ്പ് ചെയ്യാൻ നമുക്ക് വളരെ സൗകര്യപ്രദമായ ഒന്നാണ്. അതുപോലെ തന്നെ ഫോൾഡർ മാറ്റണമെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഫോൾഡർ മാറ്റി നമുക്ക് കണ്ടൻറ്റ് സേവ് ചെയ്യുന്നതിനും സാധിക്കുന്നതാണ്. ഇപ്പം ഞാൻ പബ്ലിഷിങ്ങിൻ്റെ ഡെഫിനിഷൻ ആദ്യത്തെ കളറിൽ തന്നെ ക്ലിക്ക് ചെയ്തു. ഇപ്പോൾ ഇടത് സൈഡിലെ നടുഭാഗത്ത് വരുന്ന വിൻഡോയിൽ അത് കോപ്പി ചെയ്യപ്പെട്ടതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. അടുത്ത ഹെഡിങ് മാത്രം ഞാൻ മറ്റൊരു കളറിൽ സെലക്ട് ചെയ്തു. അതും ഇടതുവശത്ത് വന്നിട്ടുണ്ട്. വീണ്ടും ഒരു ഹെഡിങ്ങും കൂടി ഞാൻ സെലക്ട് ചെയ്യുകയാണ്. അതിന് മറ്റൊരു കളറ് കൊടുക്കുന്നു. അതും ഇടത് സൈഡിൽ വിൻഡോയിൽ വരുന്നുണ്ട്. ഇവിടെ നമ്മൾ ഇടതുവശത്തായിട്ട് കോപ്പി ചെയ്ത വിവരങ്ങൾ നമുക്ക് കൂട്ടിച്ചേർക്കുവാൻ, നമ്മളുടേതായ നോട്ടുകൾ അതിനോട് കൂട്ടിച്ചേർക്കുവാനായിട്ടും സേവ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷനുകൾ ലഭ്യമാണ്. ആ ബോക്സിൽ നമുക്ക് വിവരങ്ങൾ ടൈപ്പ് ചെയ്ത് നോട്ട് നമുക്ക് കൂട്ടിച്ചേർക്കാവുന്നതാണ്. ഇപ്പോൾ ഇത് PDF രൂപത്തിലായിരിക്കുന്ന നോട്ടുകൾ നമ്മളിങ്ങനെ വിവരങ്ങളൊക്കെ കൂട്ടിച്ചേർത്ത് അല്ലെങ്കിൽ ആവശ്യമായ വിവരങ്ങളെല്ലാം കോപ്പി ചെയ്തതിന് ശേഷം നമുക്ക് വേർഡ് രൂപത്തിലേക്കോ എക്സൽ ഷീറ്റായോ അല്ലെങ്കിൽ ടെക്സ്റ്റ് ഫയലായിട്ടൊക്കെ എക്സ്പോർട്ട് ചെയ്യുന്നതിന് ഉള്ള ഓപ്ഷൻ അവിടെയുണ്ട്. ഇനി വെബ്സൈറ്റിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കുമ്പം അത് നമുക്ക് PDF രൂപത്തിലേക്ക് മാറ്റുവാനുള്ള പ്രൊവിഷനുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. ഇന്ന് നേരത്തെ കണ്ട സുഭാഷ് ചന്ദ്രബോസിനെ കുറിച്ചുള്ള വിക്കിപീഡിയയിലെ പേജാണ്. ഇപ്പം വിവ ക്ലിക്ക് ചെയ്തപ്പോൾ തന്നെ അവിടെ നേരത്തെ നമ്മൾ ശേഖരിച്ച വിവരങ്ങൾ അവിടെ കിടക്കുന്നത് നിങ്ങൾക്ക് കാണുവാനായിട്ട് സാധിക്കും. അതിൻ്റെ പാരഗ്രാഫ് ഞാൻ സെലക്ട് ചെയ്തു, ഹൈലൈറ്റർ ഉപയോഗിക്കുന്നു, ഹൈലൈറ്റ് ചെയ്തു. വീണ്ടും നമ്മൾ കുറച്ചുകൂടി വിവരങ്ങൾ താഴോട്ട് പേജ് സ്ക്രോൾ ചെയ്ത് കുറച്ചുകൂടി വിവരങ്ങൾ ശേഖരിക്കുകയാണ്.
ഇത് ഞാൻ ഹൈലൈറ്റ് ചെയ്യുന്നു. ഈ ഫയൽ ക്ലിക്ക് ചെയ്യുമ്പോൾ രണ്ട് വിവരങ്ങളും കോപ്പി ചെയ്യപ്പെട്ടതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇവിടെ എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതൊരു PDF ഡോക്യുമെൻ്റായി നമുക്ക് കൺവേർട്ട് ചെയ്യാം. ഇത് നമ്മുടെ ഡ്രൈവിൽ സേവ് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്കും ടീച്ചേഴ്സിനും റിസർച്ച് ഫെലോസിനുമൊക്കെ ഏറ്റവും ഉപകാരപ്രദമായിട്ടുള്ള ഒരു ടൂളാണ് വിവ ഹൈലൈറ്റർ. ഇന്നത്തെ ടിപ്സുകൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഒരു കാര്യം പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിച്ചു കാണുമായിരിക്കും. ഇന്ന് ചെയ്ത എല്ലാ സ്ക്രീൻ റെക്കോർഡിങ്ങിനും ഉപയോഗിച്ചത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞ സ്ക്രീൻ കാസ്റ്റിഫൈ എന്ന ഗൂഗിൾ ക്രോം എക്സ്റ്റൻഷനാണ്. ഈ ക്രോം എക്സ്റ്റൻഷനുകൾ എപ്രകാരമാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നതെന്നും ആ വീഡിയോയിൽ വളരെ വിശദമായി പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും കാണുക, മനസ്സിലാക്കുക, ഉപയോഗിക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം.